ഇങ്ങനെ എത്ര കാലം മുസ്ലിം ലീഗിന് UDF-ൽ തുടരാൻ കഴിയും? വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയേണ്ടതുണ്ട്. രണ്ട് കാര്യത്തിലാണ് പ്രശ്നം. എന്തൊക്കെയാണോ മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലത്ത് എതിർത്തുകൊണ്ടിരുന്നത് അതൊക്കെ മുസ്ലിം ലീഗിന് തന്നെ നടപ്പാക്കേണ്ടി വരുന്നു എന്നർത്ഥം. അവിടെയാണ് പ്രശ്നം. PMC പദ്ധതി എതിർത്തു. ചെറിയ എതിർപ്പൊന്നുമല്ല ഉന്നയിച്ചത്, വലിയ തോതിൽ പ്രചാരണം നടത്തി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വീടാന്തരം കയറി പ്രസംഗിച്ചത്, പറഞ്ഞത് ഒക്കെ PMC പദ്ധതിയെക്കുറിച്ചാണ്. സംസ്ഥാന സർക്കാർ, CPM സർക്കാർ, LDF സർക്കാർ UDF-ന്റെ B ടീമാണ്. മുണ്ടുടുത്ത മോദിയാണ് കേരളം ഭരിക്കുന്നത്. BJP-യുടെ RSS-ന്റെ സംഘപരിവാറിന്റെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇതാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. കുടുംബയോഗങ്ങളിൽ, സ്ക്വാഡ് പ്രവർത്തനം നടക്കുന്ന ഘട്ടങ്ങളിൽ, പൊതുയോഗങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചത് ഇക്കാര്യമായിരുന്നു. ആരാണ് നേതൃത്വം കൊടുത്തത്? മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തരത്തിൽ പ്രചാരണം നടത്തി. മുസ്ലിം ന്യൂനപക്ഷത്തെ മുഴുവൻ LDF-ന് എതിരെയാക്കി. LDF-ന് എതിരെ അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. ഒരു തെരഞ്ഞെടുപ്പിലല്ല, 3 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അതേ പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ UDF-ലെ കോൺഗ്രസിന്റെ മന്ത്രിമാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഘടകകക്ഷി മന്ത്രിമാരാണോ നടപ്പാക്കുന്നത് എങ്കിൽ ക്ഷമിക്കാമായിരുന്നു, അങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. നടപ്പാക്കുന്നത് മുസ്ലിം ലീഗ് മന്ത്രിമാർ തന്നെയാണ്. PMC നടപ്പാക്കേണ്ടി വരുന്നത് N ഷംസുദ്ദീൻ എന്ന മുസ്ലിം ലീഗിന്റെ നേതാവിനാണ്, മന്ത്രിക്കാണ്. അതിനപ്പുറത്തേക്ക് KM ഷാജിയുണ്ട്. KM ഷാജിയാണ് PMC പദ്ധതിക്കെതിരെ കേരളത്തിലെ ഏറ്റവും കടുത്ത ഭാഷയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ PM ആവാസ് യോജന നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ എംബ്ലം വെക്കാം എന്ന് പറയുന്നു. നേരത്തെ മോദിയുടെ ചിത്രം വെക്കണമായിരുന്നു. മോദിയുടെ ചിത്രം വെക്കേണ്ട, എംബ്ലം വെക്കാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പണം കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചത് എന്ന് എല്ലാ വീടുകളിലും എഴുതി വെക്കാം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവായ മന്ത്രി KM ഷാജിയാണ് എന്നോർക്കണം. LDF കഴിഞ്ഞ 10 വർഷക്കാലം നിർമ്മിച്ചു നൽകിയ ഒരു വീടിനും ഇത്തരം എംബ്ലങ്ങൾ വെച്ചിരുന്നില്ല. അത് അവർക്ക് അപമാനമാണ്. ദാനം കിട്ടിയതാണ് ഈ വീട് എന്ന് ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ തോന്നരുത്. അതുകൊണ്ട് ഒരാളുടെയും ചിത്രമോ ഒരാളുടെയും എംബ്ലമോ വെക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ. അതനുസരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ KM ഷാജി പറഞ്ഞു വെക്കാൻ തയ്യാറാണ് എന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലതും പറയും, അതല്ലല്ലോ ഭരണപക്ഷത്തെത്തുമ്പോൾ, ഭരണം കിട്ടുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞതെല്ലാം നടപ്പാക്കാൻ കഴിയുമോ എന്ന്. ഇതൊക്കെ മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് അണികളിൽ പ്രതിഷേധം ഇങ്ങനെ നുരഞ്ഞു പൊന്നുന്നുണ്ട്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നതേ അറിയാനുള്ളൂ. ആരെങ്കിലും ഒരാൾ ഇന്നത്തെ നേതൃത്വത്തിന് എതിരെ ഒരു ചെറിയ ശബ്ദമുയർത്തിയാൽ അവർക്ക് പിന്നിൽ അണിനിരക്കാൻ ലക്ഷങ്ങൾ ഉണ്ടാകും മുസ്ലിം ലീഗിനകത്ത്. മുസ്ലിം ലീഗിനെ എല്ലായ്പ്പോഴും പിന്തുണക്കുന്ന സമസ്ത നേതാക്കൾ പോലും പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് PMC പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ, നിയമസഭയിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലില്ല എന്ന്. രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരുമായി BJP-യുമായി ഒരു ഏറ്റുമുട്ടലിലുമില്ല എന്ന്. അങ്ങനെയല്ല കഴിഞ്ഞ 5 വർഷം 10 വർഷം കേരളം കണ്ടത്. BJP-ക്കെതിരെ, BJP-യുടെ നയങ്ങൾക്കെതിരെ, ഗവർണർമാർ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. SFI അടക്കമുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ സമരം നടത്തി, സുപ്രീം കോടതി നിയമയുദ്ധം നടത്തി. നമുക്ക് കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലും വേണ്ട. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, നിലപാടുകൾ അവർ നടപ്പാക്കുന്നതിനേക്കാളും വേഗത്തിൽ നമുക്കിവിടെ നടപ്പാക്കാം. ഇതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട്. അത് നമുക്ക് സർവകലാശാലയുടെ കാര്യത്തിൽ കാണാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു മന്ത്രിയുണ്ട്. അദ്ദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. കേരളത്തിലാകട്ടെ സർവകലാശാല മുഴുവൻ RSS-ന്റെ കയ്യിലായി മാറിയിരിക്കുന്നു. ഗവർണറാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ഗവർണറും കൂടി കാര്യങ്ങൾ നടത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ RSS-കാർക്ക് വേണ്ടി നിയമിച്ചു കൊടുത്തു സംസ്ഥാന സർക്കാർ, B അശോകിനെ. ഇതൊക്കെ മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിൽ പ്രതിഷേധം മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒന്നും പറയാൻ കഴിയാതെ എല്ലാം നെഞ്ചിലൊതുക്കി കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല. അവരുടെ അഭിമാനത്തിന് മുകളിലാണ് ഇവർ നൃത്തം ചവിട്ടുന്നത്.
അവരുടെ വികാരങ്ങൾക്ക് മുകളിലാണ് ഇവർ ഓരിയിട്ട് നടക്കുന്നത് എന്നോർക്കണം. അത്രമാത്രം ഈ സമുദായത്തെ, മുസ്ലിം ലീഗിൻ്റെ അണികളെ മുഴുവൻ വഞ്ചിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. ആ പൊട്ടിത്തെറിയുടെ ചെറിയ ഒരു സൂചനയാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. PMC പദ്ധതി UDF ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെ, അതിനുശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് ഇന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നത് മുസ്ലിം സമുദായത്തിനകത്തു നിന്ന്, മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ്.